പ്രിയമുള്ളവരെ, വീട് വയ്ക്കാനായി ഭൂമി വാങ്ങിക്കുകയോ തിരഞ്ഞെടുക്കുകയോ ചെയ്യുമ്പോൾ വാസ്തുശാസ്ത്രവിധി പ്രകാരം ശ്രദ്ധിക്കേണ്ടതും കാലിക പ്രസക്തിയുള്ളതുമായ ഏതാനും ചില ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ദ റൂട്ട്സ് ഓഫ് നിധി നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇതിൽ പരാമർശിക്കാൻ പോകുന്നവ സമകാലിക പ്രാധാന്യമുള്ളതും ആവശ്യം വേണ്ടതുമായ ലക്ഷണങ്ങൾ മാത്രമാണ്. അതിനാൽ തന്നെ ഒരുപാട് മറ്റു ലക്ഷണങ്ങളിലേക്ക് കടക്കുന്നതുമില്ല. വീട് വയ്ക്കാനായി ഒരു ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രാഥമിക കാര്യങ്ങളെപ്പറ്റി നാം ഓരോരുത്തർക്കും സാമാന്യമായ അവബോധമുണ്ട്. അത് ആ ഭൂമിയിലെ നമ്മുടെ ഭാവിയിലെ സമാധാനപൂർണവും അഭിവൃദ്ധി നിറഞ്ഞതും ഐശ്വര്യദായകവുമായ കുടുംബജീവിതം കാക്ഷിച്ചാണല്ലോ. പക്ഷേ വലിയ ശതമാനം ആളുകൾക്കും അത്തരത്തിൽ നല്ല ഭൂമി സാധ്യമാവാറില്ല. അവർ അറിഞ്ഞോ അറിയാതെയോ സാഹചര്യങ്ങൾ കൊണ്ടോ പരാധീനതകൾ കൊണ്ടോ കബളിപ്പിക്കപ്പെട്ടോ എല്ലാം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഭൂമിയിലേക്ക് എത്തപ്പെടുന്നു. ഇനി വിഷയത്തിലേക്ക്. ഇക്കാലത്ത് ഇതിൽ പറയാൻ പോകുന്ന എല്ലാ ലക്ഷണവും ചേർന്ന ഭൂമി ലഭിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പറയപ്പെടുന്ന ലക്ഷണങ്ങൾ ഭൂരിഭാഗവും ചേർന്നതാണെങ്കിൽ ആ ഭൂമി അഭിവൃദ്ധി തരുന്ന ഉത്തമ ഭൂമിയായി കണക്കാക്കാവുന്നതും അത് സധൈര്യം വീട് വയ്ക്കാനായി സ്വീകരിക്കാവുന്നതുമാണ്. ആ ലക്ഷണങ്ങളിൽ ഒന്നാമത്തേത് ജലത്തിന് തന്നെയാണ്. ജലത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകം പറയേണ്ടതുമില്ലല്ലോ. ജലം എന്നത് ഭൂമിയിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ പ്രധാന ഒരു ഘടകവുമാണ്. അതിലൊന്നാമത്തേത് സുഖജലത്തെ തരുന്ന ഭൂമി. ഏതു കാലാവസ്ഥയിലും സമൃദ്ധമായതും ഏറ്റക്കുറച്ചിലില്ലാതെ ഭൂഗർഭ ജലനിരപ്പ് ഉറപ്പു തരുന്നതും മൃദുവായതും ദുർഗന്ധമില്ലാത്തതും ശീതളമായുള്ളതും ചവർപ്പില്ലാത്തതും നിറവ്യത്യാസമില്ലാത്തതുമായ ജലം ലഭിക്കുന്ന ഭൂമി, അത് അങ്ങേയറ്റം ഉത്തമമായ ഭൂമി ഗണത്തിൽപ്പെടുന്നു. അടുത്തത് നല്ല കാനനങ്ങൾ അടുത്തുള്ള ഭൂമി. ശുദ്ധമായ വായു ലഭ്യമാക്കുവാൻ അടുത്തു തന്നെ കൃത്രിമോദ്യാനങ്ങളോ വനങ്ങളോ ഉണ്ടാവുക എന്നത് ആധുനിക നഗര ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സംഗതിയാണല്ലോ. ശുദ്ധവായു മാത്രമല്ല ഇത്തരം ഉദ്യാനങ്ങൾ തരുന്നത്, മറിച്ച് മനസ്സിനെ ശാന്തമാക്കുവാനും നല്ലൊരു ഇക്കോസിസ്റ്റം രൂപപ്പെടുത്തുവാനും ഇത്തരം സ്ഥലങ്ങൾ അത്യാവശ്യമാണ്. അടുത്തത് പശുക്കൾക്ക് ഹിതകരമായ ഭൂമി. പശുക്കൾ ഭയാശങ്കകളില്ലാതെ മേഞ്ഞു നടക്കുന്നതും സ്വസ്ഥമായി വിശ്രമിക്കാൻ തിരഞ്ഞെടുക്കുന്നതുമായ ഭൂമി സധൈര്യം വീട് വയ്ക്കാനായി സ്വീകരിക്കാവുന്ന ഭൂമി വിഭാഗത്തിൽപ്പെടുന്നവയാണ്. അടുത്തത് വിത്തിട്ടാൽ പെട്ടെന്ന് മുളപൊട്ടുന്ന ഭൂമിയും ജീവനുള്ളതും ഐശ്വര്യദായകവുമാണ്. അത് പരീക്ഷിച്ചറിയുന്നതിന് ചില പ്രത്യേക കണക്കുകൾ വേറെയുമുണ്ട്. അടുത്തത് സജ്ജനങ്ങൾ ചേർന്ന ഭൂമി. ഗുണമുള്ളതും നന്മയെ ചെയ്യുന്നതുമായ അയൽപ്പക്കങ്ങളുള്ള ഭൂമിയും നല്ല ഭൂമിയാണ്. അകലെയുള്ള ബന്ധുക്കളേക്കാൾ അടുത്തുള്ള അയൽപ്പക്കമാണല്ലോ ഉപകാരപ്രദം. അടുത്തത് നല്ല വിദ്യാലയങ്ങൾ അടുത്തുള്ള ഭൂമി. മൂല്യവത്തായ അറിവുകൾ പകർന്നു തരുന്ന, ജീവിക്കാൻ പഠിപ്പിക്കുന്ന, ജീവിതമാർഗം പഠിപ്പിക്കുന്ന നല്ല വിദ്യാലയങ്ങൾ സമീപമുള്ള ഭൂമിയും നല്ലതാണ്. അടുത്തത് അധികം അകലെയല്ലാതെ തൻ്റെ ഗുണമുള്ള ബന്ധുജനങ്ങൾ അടുത്തു തന്നെ സ്ഥിരവാസമാക്കിയ ഭൂമിയും നന്മയെ ചെയ്യുന്ന ഭൂമിയാണ്. അടുത്തത് ശരിയാവണ്ണം തടസ്സങ്ങളോ മറ്റു പ്രതിബന്ധങ്ങളോ അവകാശവാദങ്ങളോ ഇല്ലാതെ സുഗമമായി ഗതാഗതം ചെയ്യുവാൻ ഉതകുന്ന വഴികളുള്ള ഭൂമിയും ഗുണത്തെ ചെയ്യുന്നവയാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നിശ്ചിത അളവിൽ ഭൂമിയിൽ പ്രത്യേക സ്ഥാനത്ത് കുഴിയെടുത്ത് ആ കുഴിയിൽ നിന്നും ലഭിച്ച മണ്ണ് തിരിച്ച് ആ കുഴിയിൽ തന്നെ നിക്ഷേപിച്ചാൽ ധാരാളം മണ്ണ് ബാക്കി വരുന്നുവെങ്കിൽ ആ ഭൂമി ഗുണമുള്ളതും ദൃഢവുമാണ്. അടുത്തത് അത്യുഷ്ണമോ അതിശൈത്യമോ അല്ലാതെ മിതമായ ശീതോഷ്ണവും കുളിർമയും നൽകുന്ന ഭൂമിയും വളരെ ഗുണകരമായ ഭൂമിയിൽ പെടുന്നു. അടുത്തതും വളരെ പ്രധാനപ്പെട്ടതാണ്. സമനിരപ്പോടും സമദിക്കുകളോടും സമവശങ്ങളോടും കൂടിയ ഭൂമി ഉത്തമമായ ഭൂമിയിൽ പെടുന്നു. അടുത്തത് മിനുസമാർന്ന ഭൂമി. പരുക്കൻ കല്ലുകളില്ലാതെ മാർദ്ദവമുള്ള മണ്ണുള്ള ഭൂമിയും ഗുണകരമാണ്. ഇത് ആ മണ്ണിൻ്റെ നീർവാഴ്ചയെ സൂചിപ്പിക്കുന്നു. അടുത്തത് പാലുള്ള വൃക്ഷങ്ങൾ നിറഞ്ഞ ഭൂമി. പാലുള്ളതും ഭക്ഷ്യയോഗ്യമായ ഫലങ്ങൾ തരുന്നതുമായ വൃക്ഷങ്ങളും സുഗന്ധപുഷ്പങ്ങൾ നിറഞ്ഞതുമായ ഭൂമിയും ഉത്തമമായ ഭൂമിയിൽപ്പെടുന്നു. ഇത്തരത്തിൽ സമൃദ്ധിയുടെ അടയാളങ്ങൾ കാണപ്പെടുന്ന ഭൂമി ഗൃഹനിർമ്മാണത്തിന് സ്വീകരിച്ചാൽ അത് നന്മയെ നൽകും. ഇനി ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും
ഉത്തമനായ ഒരു വാസ്തുശില്പിയുടെ കണ്ണിലൂടെ ഒരു ഭൂമിയെ നോക്കുമ്പോൾ ആ ഭൂമി അദ്ദേഹത്തെ ആനന്ദിപ്പിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ഉത്തമമായ ഭൂമിയാവുന്നു.